മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPM ശ്രമിച്ചത്. ഒരുതരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് CPM നടത്തിയത്. വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന BJP പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ്. മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ തലയിലാണ് ഇത് കെട്ടിവെക്കാൻ നോക്കിയത്. ആ ചെറുപ്പക്കാരൻ കാണിച്ച ധീരതയാണ്. സ്വന്തം ഫോൺ കൊണ്ടുപോയി പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ കൊടുത്ത് ഏത് അന്വേഷണവും നടത്താൻ ഞാനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അയാളല്ല ഇത് ചെയ്തത് എന്ന് വ്യക്തമായി. ചെയ്തത് മുഴുവൻ CPM-കാരാണ്. എന്തൊരു വൃത്തികെട്ട ഹീനമായ ഗൂഢാലോചനയാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് നടത്തിയത് എന്ന് വെളിവാക്കുന്ന കാര്യമാണ്. പോലീസ് ആദ്യം എന്നോട് പറഞ്ഞത് ഗിവ് us 48 hours എന്നാണ്. 48 മണിക്കൂർ തരും. ഞാൻ പറഞ്ഞു പോളിംഗ് നാളെ നടക്കാനിരിക്കും, നിങ്ങൾ ഇതിനകത്തൊരു തീരുമാനം. അപ്പൊ പറഞ്ഞു 48 മണിക്കൂർ തരും. എന്നിട്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരും. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു 10 ദിവസം സമയം തരും. അപ്പൊ ഇപ്പൊ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി എന്ന് അറിഞ്ഞിട്ടും സ്ലോ മോഷനിലായിരുന്നു പോലീസ്, ഉടനീളം സ്ലോ മോഷനിലായിരുന്നു. അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സംരക്ഷിക്കേണ്ടത് ആരെയാണെന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ്. എന്തായാലും ആ മുഹമ്മദ് ഖാസിം കാണിച്ച ധീരത പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള, നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിയമപരമായ നടപടികൾ, ഇലക്ഷൻ ജയിച്ചപ്പോ ഞങ്ങൾക്ക് സമാധാനമായി കൊണ്ട് വെറുതെ ഇരിക്കുകയല്ല അവർ ചെയ്തത്. ഇത് നാട്ടിൽ ഇനി ഉണ്ടാവാൻ പാടില്ല, വടകരയിൽ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ പേരിൽ ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെവിക്ക് പോലീസിനെ കോടതി പിടിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നത്. ഇനിയും പുറത്തു വരാനുണ്ട്, അതും വരും.